SPCL ബോണ്ട് എന്ന ഈ ചാനലിൻ്റെ ഇഗ്നൈറ്റിംഗ് കെമിസ്ട്രി എന്ന സെക്ഷൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഓക്സിഡേഷൻ, റിഡക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ എന്നീ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ, റിഡക്ഷൻ ആണ് പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് നമ്മൾ പറയാതെ പോയൊരു കാര്യമുണ്ട്. ഈ ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ ശരിക്കും? ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ എന്താ നമ്മൾ വിളിക്കുക? നമുക്കറിയാം, അത് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അങ്ങനെയാണെങ്കിൽ റിഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ എന്താ വിളിക്കുക? റെഡ്യൂസിങ് ഏജൻ്റ് എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ നമ്മളൊരു റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ റിയാക്ഷനിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ഏതാണോ അതിൻ്റെ കൂടെയുള്ള ആളാണ് ആര്? ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഒരു റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ ഏതിനാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആര്? റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ അത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞിട്ട് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ കഴിയുമോ? കഴിയും. സോ വാട്ട് ഇസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്? എനി സബ്സ്റ്റൻസ് which supplies oxygen or an electronegative radical or removes hydrogen or electropositive radical is called oxidizing agent. Once again, any substance which supplies oxygen or an electronegative radical or removes hydrogen or electropositive radical is called an oxidizing agent. Normally these substances such as സാധാരണഗതിയിൽ ഓക്സിജൻ, ക്ലോറിൻ, ഓസോൺ, ബ്രോമിൻ, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതൊക്കെ നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റുകളാണ്. അതേപോലെ തന്നെ നൈട്രിക് ആസിഡ്, ആസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ആസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇതൊക്കെയും നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റുകളാണ്. അപ്പോൾ ഇനി റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനി സബ്സ്റ്റൻസ് which supplies hydrogen or an electropositive radical or removes oxygen or electronegative radical is called reducing agent. ഏത് സബ്സ്റ്റൻസ് ആണോ, ഏത് വസ്തുവാണോ ഹൈഡ്രജനെയോ ഇലക്ട്രോപോസിറ്റീവ് റാഡിക്കലിനെയോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജനെയോ ഇലക്ട്രോനെഗറ്റീവ് റാഡിക്കലിനെയോ നീക്കം ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്താ പറയുക? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുക. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻസ്, നോർമലി വി ആർ യൂസിങ് സം റെഡ്യൂസിങ് ഏജൻസ്. അപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, സ്റ്റാനസ് ക്ലോറൈഡ്, കാർബൺ ആൻഡ് സൾഫർ ഡയോക്സൈഡ് ഇതൊക്കെ നല്ല റെഡ്യൂസിങ് ഏജൻസ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ പറയാവുന്ന മറ്റ് ചില റെഡ്യൂസിങ് ഏജൻസ് പ്രധാനമായിട്ട് നൈട്രസ് ആസിഡ് HNO2, പിന്നെ ഹൈഡ്രോബ്രോമിക് ആസിഡ് HBr, പിന്നെ ഹൈഡ്രോ അയോഡിക് ആസിഡ് HI. നല്ല റെഡ്യൂസിങ് ഏജൻസ് ആണ്. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ, വാട്ട് ഈസ് റിഡോക്സ് റിയാക്ഷൻ, വാട്ട് ഈസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്, വാട്ട് ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ആൻഡ് ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ഇത്രയും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഇന്നാൾ പറഞ്ഞു നിർത്തിയ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എല്ലാ തരം റിയാക്ഷനും നമ്മൾ പറഞ്ഞ ക്ലാസിക്കൽ ഡെഫിനിഷൻ, ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഗുണപരമാണോ, അത് പോസിബിളാണോ എന്നാണ് നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ അന്നെടുത്ത ആ ഇക്വേഷൻ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്സിഡേഷൻ, റിഡക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ എന്ന ക്ലാസിക്കൽ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു എക്സാമ്പിൾ അല്ല നമ്മൾ ലാസ്റ്റ് കണ്ടിരുന്നത്. ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു കൺസെപ്റ്റിലേക്ക് കയറുന്നത്. ശ്രദ്ധിക്കുക. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. മഗ്നീഷ്യം റിബൺ കത്തുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടു. മഗ്നീഷ്യം കത്തിയാൽ എന്താ കിട്ടുക? മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടും. മഗ്നീഷ്യം ഓൺ ബേണിംഗ് വി ഗെറ്റ് മഗ്നീഷ്യം ഓക്സൈഡ്. ഈ മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ എഴുതി എങ്ങനെ ഉണ്ടാവും? 2Mg + O2 gives 2MgO. ഈ റിയാക്ഷൻ എടുത്താൽ നമുക്ക് ഏതിനാണ് ഓക്സിഡേഷൻ നടന്നതെന്ന് പറയാൻ കഴിയും? മഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട്, അല്ലേ? അവിടെ റിഡക്ഷൻ റിയാക്ഷൻ ഉണ്ടോ? എങ്ങനെയാണ് മനസ്സിലാക്കുക? അവിടെ റിഡക്ഷൻ റിയാക്ഷൻ നടന്നിട്ടുണ്ടോ? അതുപോലെ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? എങ്ങനെ അറിയാൻ പറ്റും? ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് സാധാരണ ക്ലാസിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് ശരിക്കും വ്യക്തമായിട്ട് വിവരിക്കാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള ചില ഇക്വേഷൻസ് ഉണ്ട്, റിയാക്ഷൻസ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പുതിയ കൺസെപ്റ്റ് ഉപയോഗിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് കൺസെപ്റ്റ്സ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് നോക്കാം. നോക്കിയേ, ഇവിടെ MgO ആയി മാറിയപ്പോൾ Mgക്ക് എന്ത് സംഭവിച്ചു? Mg ആറ്റം എന്തായി മാറി? MgO ആയപ്പോൾ Mg ആറ്റം എന്തായി? Mg2+ അയോണായി.
അതുപോലെ O2 മോളിക്യൂളിൽ 2 ആറ്റങ്ങളില്ലേ? ഉണ്ട്. MgOയിൽ ആറ്റമാണോ? അല്ല. MgOയിൽ O2- അയോണാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ O എന്ന ആറ്റം O2- എന്ന അയോണായി മാറിയില്ലേ? മാറി. അപ്പോൾ Mg2+ ആയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഇലക്ട്രോണിനെ കിട്ടിയോ? ഇലക്ട്രോണിനെ കൊടുത്തോ? ഇലക്ട്രോണിനെ കൊടുത്തു. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ കൊടുത്തിട്ടുണ്ടാവും. കാരണം Mg2A2 വാലൻസ് ഇലക്ട്രോൺസിന് എണ്ണം എത്രയാ? 2 വാലൻസ് ഇലക്ട്രോൺസ് ആർ ദർ. ഇനി ആ 2 ഇലക്ട്രോണിനെ കളയാൻ Mgക്ക് ഒരു വലിയ താല്പര്യമുണ്ട്. എന്താ കാരണം? സ്റ്റെബിലിറ്റി കിട്ടാൻ. ആ റൂളിൻ്റെ പേര് ഒക്ടറ്റ് റൂൾ അല്ലേ? ആർക്കറിയാം. അപ്പോൾ ഒക്ടറ്റ് റൂൾ അനുസരിച്ച് വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വേണം? 8 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ Mg കൊടുത്തു. അപ്പോൾ Mg എന്തായി മാറി? Mg2+ ആയി മാറി. അപ്പോൾ Mg2+ ആയപ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? പോയി, നഷ്ടം വന്നു, പുറത്തേക്ക് പോയി. അതുപോലെ ഓക്സിജൻ എന്ത് സംഭവിച്ചു? O2 എത്ര ആറ്റങ്ങളുണ്ട്? ഓക്സിജൻ്റെ 2 എണ്ണം ഉണ്ട്. അതിലുള്ള ഓക്സിജൻ ആറ്റം എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺസിന് സ്വീകരിച്ചു. So oxygen atom can accept 2 electrons given by Mg. Each Mg can donate 2 electrons. These 2 electrons are accepted by or received by oxygen atom, and oxygen atom is converted to O2- ion. You know? Okay. In O2, 2 atoms are there. Oxygen എത്ര ആറ്റങ്ങളുണ്ട്? 2 ആറ്റങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് 2 Mg വേണ്ടി വരും. അതാണ് ബാലൻസ്ഡ് ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടുന്നത്? 2 Mg എന്ന് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ 2 Mg പ്ലസ് O2 ഗീവ്സ് 2 MgO എന്ന ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് Mg 2 ആറ്റങ്ങളുണ്ടായിരുന്നു. ആ 2 ആറ്റങ്ങളിൽ നിന്നും 2+2 4 ഇലക്ട്രോൺസ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു. 2 ആറ്റങ്ങൾക്കും കൂടി 4 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു. ആ 4 ഇലക്ട്രോൺസ് 2 ഓക്സിജൻ ആറ്റംസ് സ്വീകരിച്ചു. അപ്പോൾ എന്തായി? 2 O2- അയോൺസ് ഉണ്ടായി. 2 O2- അയോൺസ് വ്യക്തമായി. അങ്ങനെയാണെങ്കിൽ ഒരു Mg2+ കാറ്റയോൺ ഒരു O2- ആനയോണുമായിട്ട് ജോയിൻ ചെയ്തു. സോ വി ഗെറ്റ് വാട്ട്? MgO മോളിക്യൂൾ. വ്യക്തമായിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, Mg gives Mg2++ 2 electrons. Oxygen O+2 electron gives O2-. ഇതേപോലെ കുറേ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ കഴിയും. Na gives Na++ ഇലക്ട്രോൺ. സോഡിയം ഒരു ഇലക്ട്രോണിനെ കളയും. കാരണം വാലൻസ് ഷെല്ലിൽ സോഡിയത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. സോ അതിനെ കളഞ്ഞാൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു Na+ അയോൺ. സോ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. N ഇങ്ങനെ ഉണ്ടായി. ഇനി Cl എന്ത് സംഭവിക്കുക? Cl അറ്റോമിക് നമ്പർ 17, 287. 1 more electron is necessary to complete octet. ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിയാൽ എന്ത് സംഭവിക്കും? ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ആ ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഇലക്ട്രോണിനെ എവിടെ നിന്ന് കിട്ടും? ഈ സോഡിയത്തിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ Cl+1 ഇലക്ട്രോൺ ഗീവ്സ് Cl- അയോൺ. Thus Na+ and Cl- join to form NaCl. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഇലക്ട്രോണിനെ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യാം. സോ മെനി എക്സാമ്പിൾസ് ആർ ദർ. ദെൻ Sn2+ gives Sn4++ 2 electron. 2 electrons are removed. Cu2++ 2 electron gives Cu. 2 electrons are added. Ag++ electron gives Ag. 1 electron is added. S+2 electrons gives S2-. What happened here? 2 electrons are added. Thus we can conclude like this. Listen. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ആറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അയോണിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ റിഡക്ഷൻ എന്ന് പറയും. അഡീഷൻ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് റിഡക്ഷൻ. എന്നാൽ ഒരു ആറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അയോണിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന, നീക്കം ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ഓക്സിഡേഷൻ എന്ന് പറയാം. ദാറ്റ് മീൻസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. വൺസ് അഗൈൻ, addition of electron is called reduction. Removal of electron is called oxidation. If these two reactions are there simultaneously in a reaction, then we can say that reaction as a redox reaction. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെന്ത് പറയാം? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു റിഡോക്സ് റിയാക്ഷൻ്റെ എക്സാമ്പിൾ എടുക്കാം. നോക്കിക്കോളൂ. Zn+Cu2+ gives Zn2++ Cu. സിങ്ക് കോപ്പർ 2+ഉമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സിങ്ക് 2+ഉം കോപ്പറുമായിട്ട് മാറുന്നു. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷനാണ്, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷനാണ്, നമുക്കറിയാം.
അപ്പോൾ ഇവിടെ സിങ്കിന് എന്താ സംഭവിച്ചത്? സിങ്ക് ഈസ് കൺവേർട്ടഡ് ടു Zn2+. ഹൗ? എങ്ങനെ? 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു. 2 ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ് ഫ്രം സിങ്ക്. അപ്പോൾ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഏതാണ് റിയാക്ഷൻ? ഓക്സിഡേഷൻ. അപ്പോൾ സിങ്കിന് എന്താണ് സംഭവിച്ചത്? ഓക്സിഡേഷൻ. സിങ്കിന് എന്താ സംഭവിച്ചത്? ഓക്സിഡേഷൻ. ഇനി കം ടു Cu2+. Cu2+ എന്തായി മാറി? Cu ആയിട്ട് മാറി. എങ്ങനെ? 2 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്തു. സോ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് reduction. So Cu2++ 2 electron gives Cu. Is it oxidation or reduction? Reduction. Okay. അപ്പോൾ ഓക്സിഡേഷനും ഉണ്ട്, റിഡക്ഷനും ഉണ്ട്. രണ്ടും കൂടി ചേർന്ന റിയാക്ഷൻ്റെ പേരെന്താ? റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതാണത്? Zn+, Cu2+ gives Zn2++ Cu. ഇനി നോക്കുക, Zn2+ ആക്കിയത് ആരാണ്? ആരാ ഹെൽപ്പ് ചെയ്തത്? Cu2+ അല്ലേ? Zn കൊടുത്ത ഇലക്ട്രോൺസിനെ ആരാ സ്വീകരിച്ചത്? ആരാ മേടിച്ചത്? Cu2+. അപ്പോൾ Cu2+ അവിടെ എന്ത് ചെയ്തു? ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് Cu2+ എന്താണ്? ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ Cu2+ ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഇനി നമുക്ക് Cu2+ എന്താ സംഭവിച്ചത് നോക്കിയേ. എന്തായി അത്? Cu ആയി. ഇസ് ഇറ്റ് റിഡക്ഷൻ ഓർ ഓക്സിഡേഷൻ? Cu2+ കൺവേർട്ടഡ് ടു Cu, റിഡക്ഷൻ. ഈ റിഡക്ഷൻ ആരെ സപ്പോർട്ട് ചെയ്തത്? Zn എന്ത് ചെയ്തു? ഇലക്ട്രോണെ കൊടുത്തു അല്ലേ? അപ്പോൾ റിഡക്ഷനെ സപ്പോർട്ട് ചെയ്ത ആരാണ്? സിങ്ക് ആണ്. സിങ്ക് അവിടെ ആരാണ്? സിങ്ക് അവിടെ ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ കൺസെപ്റ്റിലുള്ളതുപോലെ തന്നെ ഇവിടെയും ഈ ഇലക്ട്രോണിക് കൺസെപ്റ്റിൽ നമുക്ക് എന്താ പറയാം? ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും ഇൻഡിക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്താണ് ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. എനി സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് മോളിക്യൂൾ, ആറ്റം ഓർ അയോൺ which can take up electrons lost by a substance, which can take up electrons lost by a substance undergoing oxidation is an oxidizing agent. Once again, any substance, molecule, atom or ion which can take up electrons lost by a substance undergoing oxidation. ഓക്സിഡേഷന് വിധേയമാകുന്ന വസ്തു ഏതാണോ, സബ്സ്റ്റൻസ് ഏതാണോ, അത് ഉപേക്ഷിക്കുന്ന ഇലക്ട്രോൺസിനെ ടേക്കപ്പ് ചെയ്യാൻ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുക. അപ്പോൾ സിങ്കിൽ നിന്ന് പോയ ഇലക്ട്രോൺസിനെ എടുക്കാൻ കഴിയുന്ന ആർക്കാണ്? Cu2+-നാണ്. അപ്പോൾ Cu2+ എന്താണ്? ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇനി ഓക്സിജൻ ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. വൈ? ബിക്കോസ് ഇറ്റ് ക്യാൻ ആക്സെപ്റ്റ് 2 ഇലക്ട്രോൺസ് പെർ ആറ്റം. ഒരു ഓക്സിജൻ ആറ്റത്തിന് എന്ത് ചെയ്യാൻ കഴിയും? 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. Therefore oxygen is an oxidizing agent. Similarly, chlorine is also an oxidizing agent. Why? Chlorine can accept 1 electron to complete its octet. So chlorine is an oxidizing agent. ഇനി എന്താണ് റെഡ്യൂസിങ് ഏജൻറ്റ് നോക്കാം. Any substance, molecule, atom or ion which can supply electrons to a substance undergoing reduction. റിഡക്ഷന് വിധേയമാവുന്ന ഒരു സബ്സ്റ്റൻസിന് ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്യുന്ന എന്തിനേയും, അത് മോളിക്യൂൾ ആകാം, ആറ്റാകാം, അയോൺ ആകാം, അതിനെ നമ്മൾ എന്ത് പറയും? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയും. ഒന്നുകൂടി, എനി സബ്സ്റ്റൻസ്, മോളിക്യൂൾ, ആറ്റം ഓർ അയോൺ വിച്ച് ക്യാൻ സപ്ലൈ ഇലക്ട്രോൺസ് ടു എ സബ്സ്റ്റൻസ് അണ്ടർഗോയിങ് റിഡക്ഷൻ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് reducing agents. For example, H2S, SnCl2 etc. are very good reducing agents. എന്താ കാരണം അറിയോ? H2Sൽ S2- അയോൺ ഉണ്ട്. അതുപോലെ SnCl2ൽ Sn2+ അയോൺ ഉണ്ട്. They can very easily donate electrons and form sulfur and Sn4+. S2- എന്താകും? S2- 2 ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് S ആകും, ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്തു. അതേപോലെ Sn2+ അൺസ്റ്റേബിൾ ആണ്. കുറച്ചുകൂടി സ്റ്റെബിലിറ്റി Sn4+-നാണ്. കാരണം അത് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്, നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ Sn2+, Sn4+ ആകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ല റെഡ്യൂസിങ് ഏജൻസ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? ക്ലാസിക്കൽ കൺസെപ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. ഇത് ഇലക്ട്രോണിക് കൺസെപ്റ്റ് ആയിരുന്നു. അക്കോർഡിംഗ് ടു ഇലക്ട്രോണിക് കൺസെപ്റ്റ്, ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. Reduction is the process of addition of electron. Then reducing agent is a substance which can supply electrons for reduction. Oxidizing agent is a substance which can take up electrons, which can remove electron. So I think you got the concept. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ശരിക്കും ഒരു സമ്പൂർണ്ണ കെമിസ്ട്രി ചാനൽ. ഇറ്റ്സ് എ കംപ്ലീറ്റ് കെമിസ്ട്രി ചാനൽ. ഇതിൽ വിവിധങ്ങളായ സംഗതികളുണ്ട്. അറിവാർജിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ധാരാളം നോളജ് കിട്ടുന്ന തരത്തിലുള്ള പല ചേരുവകൾ ചേർത്തിരിക്കുന്ന ഒരു ചാനലാണ് ഈ ചാനൽ. രസകരമായി അസിമുലേറ്റ് ചെയ്ത് ജീവിതത്തിൽ മുതൽ കൂട്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു.